ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഇത് ഞാൻ എൻ്റെ കിച്ചണിൽ നിന്ന് ഡോറിൽ കൂടെ പുറത്തേക്ക് നോക്കിയ ബാൽക്കണിയിലത്തെ വ്യൂ ആണ് കേട്ടോ. ഭയങ്കര രസമാണ്. ബ്യൂട്ടി ഓഫ് നേച്ചർ എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ പഴയ ഫോണിൽ കൂടെ എടുക്കുമ്പോൾ അതിൻ്റെ റിയൽ ബ്യൂട്ടി ശരിക്കാണ്ട് ജസ്റ്റിഫൈ ചെയ്യണില്ല. അത്രയും നല്ല ഭംഗിയാണ്. ഡിഫറെൻറ്റ് കളേഴ്സാവും ഓരോ ദിവസവും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോൺ എടുക്കും. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് കിച്ചണിൽ ഞാൻ അധികം നിന്ന് പണിയൊക്കെ എടുക്കാറ്. ഹസ്ബൻഡിനായാലും ഇവിടെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവിടുത്തെ ഒരു ഊഞ്ഞാലുണ്ട് ആ ബാൽക്കണിയിൽ. അതിൻ്റെ ബാൽക്കണിയിൽ നല്ല ഒരുപാട് നല്ല വ്യൂ ആണ്. അപ്പോൾ അവിടെയാണ് അധികം ഇരിക്കാൻ. എൻ്റെയും പണി കഴിഞ്ഞാൽ ഞാൻ കുറേ ഇരിക്കാറുണ്ട്. നല്ല ചൂട് സമയത്ത് മാത്രം ഇരിക്കാൻ പറ്റില്ല. അതായത് മെയ് കഴിഞ്ഞ് ജൂൺ ജൂലൈ ഓഗസ്റ്റിൽ അവിടെ ഇരിക്കാൻ ഇത്തിരി പാടാണ്. പിന്നെ താഴെ ഇപ്പോൾ 17th ഫ്ലോറിലായ കാരണം താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് വണ്ടികൾ പോകുന്നതും അതൊക്കെ കാണാം. അപ്പോൾ അധികം സമയവും വെറുതെ ഇരിക്കുന്ന സമയമൊക്കെ ഇവിടെ ഇരുന്നിട്ടാണ് എല്ലാ ഇതുകളും ചെയ്യാറ്. ഞാനും ഹസ്ബൻഡുള്ളപ്പോഴും അല്ലാതെ പിള്ളേരായാലും മുടക്ക് ദിവസമൊക്കെ ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ക്യാപ്ഷനിൽ കണ്ട പോലെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടായപ്പോൾ മോള് പറഞ്ഞു അമ്മ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ട, അവൾക്ക് എന്തായാലും ബാങ്കിലൊക്കെ പോകണം, അപ്പം നമുക്ക് പുറത്ത് കഴിക്കാം, നെസ്റ്റോയിൽ അവിടെ ഫുഡ് ബുക്ക് ഉണ്ട്, ഫുഡ് ബുക്കിൽ പോയി കഴിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ അപ്പോൾ തന്നെ ചാടി പുറപ്പെടും. അപ്പോൾ അങ്ങനെ എനിക്കാണെങ്കിൽ ചെറിയൊരു മിഡ് വീക്ക് ഗ്രോസറി പർച്ചേസ് ഉണ്ടായിരുന്നു നെസ്റ്റോയിൽ നിന്ന്. പിന്നെ അമ്മേൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിം വാങ്ങണം എന്നുണ്ടായിരുന്നു. അമ്മേരെ കൊല്ലത്തത് ഏപ്രിൽ 25-നായിരുന്നു. അപ്പോൾ അതിന് പോകാൻ പറ്റില്ലാത്തതിൻ്റെ ഒരു വിഷമമൊക്കെ തീർക്കാനാണ് ഏപ്രിൽ 23-നാണ് ഞാൻ ഇതിപ്പോൾ എടുത്തത് കേട്ടോ. ആ ദിവസമായിരുന്നു ഞാൻ നാട്ടിൽ പോകാനിരുന്നിരുന്നത്. അപ്പോൾ പറഞ്ഞു അമ്മ എന്തായാലും നാട്ടിൽ പോകണില്ല, അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കാം. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്താണ് കഴിക്കേണ്ടതെന്നുള്ള ഭയങ്കര ഡിസ്കഷനായിരുന്നു കേട്ടോ. എന്ത് കഴിക്കാം അത് കഴിക്കാം ഭയങ്കര ഡിസ്കഷനായിരിക്കും. പിന്നെ കഴിക്കുമ്പോൾ പിന്നെ നമ്മൾ യൂഷ്വലി കാണുന്ന പോലത്തെ സാധനങ്ങളൊക്കെ കഴിക്കും. പക്ഷേ ഞാൻ ഒരു അപ്പം പറഞ്ഞപ്പോൾ അപ്പം ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഇടിയപ്പവും മുട്ട റോസ്റ്റും കഴിക്കാമെന്ന് വെച്ചു. അവളൊരു സെറ്റ് ദോശയും പിന്നെ ചിക്കൻ കറിയും. സെറ്റ് ദോശയുടെ കൂടെ അല്ലേ ഇതിൻ്റെ കൂടെ ചിക്കൻ കറി കഴിഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഫുഡ് ബുക്കിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ നോ കോംപ്രമൈസ്, അത്രയും ടേസ്റ്റാണ് കേട്ടോ. അവിടെ നിന്ന് പിന്നെ നേരെ ഓപ്പോസിറ്റ് സാഫ്രൺ എന്ന് പറഞ്ഞിട്ടൊരു ബോട്ടിക്ക് ഉണ്ട്, നല്ല കടയാണ്, അതിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാറുണ്ട്. അവിടെ നിന്ന് ഒരു സാരി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സാരിയുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു, എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് മക്കൾ തന്നത്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അവിടെ കൊടുക്കാൻ പോയി. അതിനുശേഷം പിന്നെ അവിടെ നിന്ന് നടക്കാവുന്ന ദൂരമുള്ള മുകളിലേക്ക് ബാങ്കിൽ പോകാനായിട്ട്. അപ്പോൾ അവിടെ ബാങ്കിലേക്ക് അത് കഴിഞ്ഞിട്ട് ബാങ്കിൽ പോയി. കുറച്ച് നടക്കാനുള്ളൂ, 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അങ്ങനെ നല്ല വെയിലുണ്ട്. അപ്പോൾ പിന്നെ എനിക്കാണെങ്കിൽ വെയിലത്ത് നടക്കാൻ പറ്റില്ല, ഭയങ്കര അലർജിക്ക്, ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നൊക്കെയാണ്. അപ്പോൾ പിന്നെ കുട നിർത്തിയിട്ട് നടക്കാൻ പറ്റില്ല, അത്യാവശ്യം ചൂടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിനുശേഷം ഞങ്ങൾ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞൊരു 1 to 10 ദിറംസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഹൗസ് ഹോൾഡ് ഐറ്റംസ്, കിച്ചൺ ഐറ്റംസ്, പിന്നെ മറ്റേ റെഡിമെയ്ഡ് ഡ്രസ്സസ്, ഷൂസ്, അങ്ങനെ എല്ലാം ഉണ്ട്. നാട്ടിൽ പോകുമ്പോഴായാലും കുറേ സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ പറ്റും. അത്രയും കളക്ഷൻസ് അവിടെ ഉണ്ട്. ഒരു വലിയൊരു ഏരിയ മുഴുവൻ 1 to 10 ദിറംസിൻ്റെ സാധനങ്ങളാണ്. ഏത് സാധനങ്ങൾ നോക്കിയാലും നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഞാൻ ഫോട്ടോ ഫ്രെയിം വാങ്ങാൻ പോയിട്ട് അത്രയും കൂടെ ശരിയായിട്ട് കിട്ടിയില്ല. മാച്ചായിട്ട് മറ്റുള്ള ഫ്രെയിമുകളുടെ പോലെ മാച്ചായിട്ട് കിട്ടാൻ ഇത്തിരി പാടായിരുന്നു. എന്നാലും 2 കിട്ടി. അങ്ങനെ അവിടെ എല്ലാ കാര്യങ്ങളൊക്കെ കണ്ട് 2-3 സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് നെസ്റ്റോയിൽ പോയി ഗ്രോസറി വാങ്ങാനുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ടാവാമെന്ന് വിചാരിച്ച് തിരിച്ച് നടക്കണ വഴിയിൽ തന്നെയാണ് ഞങ്ങളുടെ വീട്ടിലേക്കും ഫ്ലാറ്റിലേക്ക് പോകുന്ന വഴിയിൽ തന്നെയാണ് നെസ്റ്റോ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് മിഡിൽ ഈസ്റ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം വീണ്ടും നെസ്റ്റോയിൽ പോയി ചെറിയൊരു മിഡ് വീക്ക് അതിൽ ഫ്രൈഡേയിലാണ് സാധാരണ പോവാറ്. ശരിക്കുള്ള ഗ്രോസറി പർച്ചേസ് ഫ്രൈഡേയിലാണ് ആവാറ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ എന്തായാലും പോണതല്ലേ എന്ന് ഓർത്ത് വീണ്ടും ഫുഡ് ബുക്കിൻ്റെ താഴെയാണ് നെസ്റ്റോലിൻ്റെ മുകളിലാണ് ഈ ഫുഡ് ബുക്കിൻ്റെ റെസ്റ്റോറൻറ്റ് ഉള്ളത്. കണ്ടോ, ഫുഡ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് അതിൽ കാണാനുണ്ട്. നെസ്റ്റോൻ്റെ ബിൽഡിങ്ങാണിത്. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ 2nd ഫ്ലോറിലാണ് മറ്റേ നെസ്റ്റോ ഉള്ളത്, ഫുഡ് ബുക്ക് ഉള്ളത്. ഈ നെസ്റ്റോ എന്ന് പറയുന്നത് ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ് കാണാം അവിടെ. ആ ബിൽഡിങ്ങിൻ്റെ നെക്സ്റ്റ് ബിൽഡിങ് തന്നെയാണ്. അത്രയും അടുത്ത 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അവിടുന്ന് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി കഴിഞ്ഞാൽ ട്രോളി തന്നെ കൊണ്ടുപോയി നമുക്ക് ട്രോളിയിൽ സാധനങ്ങൾ കൊണ്ടുപോകാം നമ്മുടെ ഫ്ലാറ്റിലേക്ക്. അത് കഴിഞ്ഞാൽ വാങ്ങി എല്ലാ സാധനങ്ങളും ട്രോളിയിലിട്ട് നമുക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫ്ലാറ്റിൻ്റെ മുന്നിൽ നമുക്ക് ഈ ട്രോളിയുടെ അടുത്തുള്ള ബിൽഡിങ്സിലുള്ള എല്ലാവർക്കും നമുക്ക് ട്രോളി വീട്ടിലേക്ക് കൊണ്ടുപോകാം. അപ്പം ഞാനെല്ലാതെ ഫ്രൈഡേയിലും ഇങ്ങനെ ഇത് പർച്ചേസൊക്കെ നടത്തിയതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് പോവുക ചെയ്യാറ് സാധാരണ.
പിള്ളേരൊന്നും ഉണ്ടാവാറില്ല, ഞാൻ തനിയെ തന്നെ പോകാൻ പറ്റും. ട്രോളി ഉള്ളതുകൊണ്ട് ഒരു സൗകര്യമാണ്, ഫ്ലാറ്റ് വരെ എത്തുമല്ലോ. അതുകൊണ്ട് കുറേ നല്ല കാര്യമാണ്. വെജിറ്റബിൾസ് ഉണ്ട്, എല്ലാം ഉണ്ട്. എന്താ സ്നാക്ക് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്. നെസ്റ്റോയിൽ പിന്നെ അറിയാമല്ലോ ഇല്ലാത്ത സാധനങ്ങളില്ലാന്ന്. അപ്പോൾ ഇവിടുത്തെ സ്ഥിരം നെസ്റ്റോയിലും ഫുട്ബോളിലും സ്ഥിരം കസ്റ്റമേഴ്സാണ് ഞങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട്. അങ്ങനെ ഇത് എൻ്റെ ബെഡ്റൂമിൽ വെക്കാനുള്ള ഒരു ഫ്രെയിം അവിടെ നിന്ന് വാങ്ങിയതാണ്, മിഡിൽ ഈസ്റ്റിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഉണ്ട്, പിള്ളേരുടെ ഒരു ചെറിയ ഇതുണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ അവിടെ ഒരെണ്ണം വെച്ചു. പക്ഷേ മുകളിൽ അവരെല്ലാവരുടെയും അപ്പം എൻ്റെ ഫാദറിൻ്റെയും മദറിൻ്റെയും ഹസ്ബൻഡിൻ്റെയും ഒക്കെ വെക്കാനുള്ള കളറിൽ ഇത് കിട്ടിയിരുന്നില്ല. അപ്പോൾ അതിനോട് ഏതാണ്ട് യോജിച്ച കളർ കിട്ടിയപ്പോൾ അമ്മേരെയും അവിടെ തന്നെ ആ കളറിൽ തന്നെ വെച്ച്. അമ്മേരെ ഫസ്റ്റ് ഇതാണ് അവിടെ കളറിന് ഫസ്റ്റ് ആനിവേഴ്സറിയുടെ ദിവസം തന്നെയാണ് ഈ സെയിം കളർ കിട്ടിയത്. അപ്പോൾ ഞാനവിടെ വെച്ചു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.